ശ്യാംരാജ്, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ള ഭൂമി കുംഭകോണ ആരോപണം അതിപ്പോഴും ആവർത്തിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ചാനൽ നോട്ടീസ് കിട്ടിയ ശേഷവും ആ ആരോപണവുമായി മുന്നോട്ട് പോകുന്നു. ജലീലിനെ പോലുള്ള ഇടതുമുന്നണി സഹയാത്രികർ, ഇടതുമുന്നണിയുടെ പ്രതിനിധികളും ആ ആരോപണവുമായി മുന്നോട്ട് പോകുന്നു. ഇതിലൊരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറഞ്ഞു, ഈ ഭൂമി കുംഭകോണവുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെൻറ്റ് അത് കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും 22 വർഷങ്ങൾക്ക് ശേഷവും അത് ആവർത്തിക്കുന്നതിന് പിന്നിലൊരു അജണ്ട ഇല്ലേ? അനന്തമ്പേർ, അത് തന്നെയാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്. ഇതൊക്കെ വെറുതെ ഉണ്ടയില്ലാ വെടി പൊട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നില്ല. ഒന്ന്, കഴിഞ്ഞ 11 വർഷത്തെ NDA സർക്കാരിൻ്റെ ഭരണത്തിൽ, അദ്ദേഹം 2ാം മോഡി സർക്കാരിൽ മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കഴിഞ്ഞ 11 വർഷത്തിനകത്ത് ഈ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലുള്ള BJP മന്ത്രിമാരുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ആരോപണം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കിവിടെ ഇത് പറയണമെന്നേ. നോക്കൂ, സഹകരണ മേഖലയിലെ അഴിമതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ MP രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിലാണ്. ഇവരുടെ നേതാക്കന്മാർ, MLA മാർ, ജില്ലാ സെക്രട്ടറിമാർ, പാർട്ടി തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പ്രതിപട്ടികയിലാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക്, മറുവശത്ത് കോൺഗ്രസിൻ്റെയും കാര്യം വ്യത്യസ്തമല്ല, ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടണം എന്നുള്ളതിനകത്ത് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഈ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കൂടി നമ്മൾ സംശയിക്കേണ്ട വളരെ ആവശ്യമുണ്ട്. ഇപ്പോൾ LDFിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിരുന്ന വ്യക്തിയായ ശ്രീ ജലീൽ, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ വെച്ച് നോക്കും. ഇതെന്താണ് റിപ്പോർട്ടർ ചാനൽ? എന്താ കോടതിയാണ്? ഒന്ന് ആലോചിക്കണം. തെളിവ് നിങ്ങൾ പോയി റിപ്പോർട്ടർ ചാനൽ എടുത്തു. ബെസ്റ്റ് ടീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുതലാളിമാരടക്കമുള്ളവർ കള്ളന്മാരാന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ പോയിട്ട് വേണം നമ്മളിനി തെളിവെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ജലീലിനെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യസന്ധമായിട്ടുള്ള 3 ചാനലുകളേ ഉള്ളൂ. 1 റിപ്പോർട്ടർ ചാനൽ, 2 കൈരളി TV, 3 ദേശാഭിമാനി പത്രം. ഇത് കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തിട്ട് ഇവരുടെ എന്താണ് മാനസികാവസ്ഥയെന്നും ഇവരുടെ നിലപാടെന്താണെന്നും ഇവർ പറയുന്നതിനകത്ത് വസ്തുതകൾ എന്തൊക്കെ നോക്കൂ. 2003 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിക്കളഞ്ഞൊരു കേസാണ്. അതായത് അവിടെ തീർപ്പ് കൽപ്പിച്ചു, ഈ കേസിൽ BPL ലിമിറ്റഡും അവിടുത്തെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്പ്യൂട്ടല്ല, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച കേസ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഏത് കോടതിയെ ജലീലെ വിധിക്കേണ്ടത്? നിങ്ങളുടെ CPM-ന്റെ കോടതി, അതല്ലെങ്കിൽ നിങ്ങളുടെ ദേശാഭിമാനി, അതുമല്ല നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലോ? ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ സുപ്രീം കോടതിക്ക് മേലെ കോടതിയൊന്നുമില്ല. ആ കോടതി തീർപ്പ് കൽപ്പിച്ചൊരു കേസാണ്. ഇനി ആ കേസിൽ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരുണ്ടോ? ഇല്ല. ആ കേസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാന്ന് BPL ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരാണുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് ഓണർഷിപ്പ് ഉള്ളത് പോലും BPL മൊബൈൽസ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും അറിയാവുന്ന ആളുകൾ മിനിമം ചർച്ചയിൽ വന്നിരിക്കണം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉണ്ടയില്ലാ വെടികൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാകുന്ന പോലെ ആണോ ഈ കായിക മന്ത്രിയേക്കാൾ പ്രാധാന്യം നമ്മുടെ ഇദ്ദേഹത്തിന് ആൻഡ് ഓഗസ്റ്റിന് കൊടുത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കൂ, കേരളത്തിൽ മെസ്സി വരുമെന്ന് ആദ്യമായിട്ടുള്ള പ്രഖ്യാപിച്ചതിലും കൂടുതൽ നിങ്ങളൊന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഈ പറയുന്ന V. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയേക്കാൾ കൂടുതൽ ജനങ്ങളോട് പറഞ്ഞത് ആൻഡ് ഓഗസ്റ്റിനാണെന്ന്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കും. തുടക്കം മുതൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇയാൾക്കാർ അതിനുള്ള ലൈസൻസ് കൊടുത്തത്? എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന് ഈ ചാനൽ മുതലാളി ഇരുന്നിട്ട് പറയുന്നത്? അപ്പോൾ ആ ചാനൽ മുതലാളിക്ക് പറയാനുള്ള അവസരം കൊടുത്തവരാണ്. ഒരിടത്ത് ചാനൽ മുതലാളി വന്ന് പറയുന്നത് കോഴിക്കോട് ചാനൽ മുതലാളിയാണ് പറയുന്നതെങ്കിൽ കൊച്ചിയിൽ വന്നിട്ട് അബ്ദുറഹ്മാൻ മന്ത്രി പറയും. ഇനി കൊച്ചിയിൽ അബ്ദുറഹ്മാൻ മന്ത്രിയാണ് പറയുന്നതെങ്കിൽ കോഴിക്കോടിൽ തിരുവനന്തപുരത്ത് പോയിട്ട് ചാനൽ മുതലാളി വരും. 2 പേരും ഇരട്ടപ്പറ്റ സഹോദരങ്ങളെ പോലെ ഒക്കച്ചങ്ങായിമാരെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനർത്ഥം എന്താണ്? ഈ സർക്കാരും ഈ പറയുന്ന ചാനൽ മുതലാളിമാരും തമ്മിലുള്ള ബന്ധമുണ്ട്. ഇത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിൽ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം 2 വിഷയം, ഇപ്പം ശബരിമലയിലെയും ഫുട്ബോൾ മെസ്സി വരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ നടക്കുന്നത്. ശബരിമലയിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം പ്രസിഡന്റോ ദേവസ്വം വകുപ്പ് കൈയാളുന്ന മന്ത്രിയോ അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കള്ളന്മാരാണ്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ കായിക രംഗത്ത് ആര് വരണം, എന്ത് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആൻഡ് ഓഗസ്റ്റിനെ പോലെയുള്ള കള്ളന്മാരാണ്. ഇതാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനകത്ത് രസകരമാണെന്ന് തോന്നുന്ന എന്നാൽ രസകരമല്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. മുട്ടിൽ മരം മുറിച്ചു, കേരളത്തിലെ പലയിടത്തും മരം മുറിച്ചു. അതൊന്നും പോരാഞ്ഞിട്ട് ഇവർ കൊച്ചിയിൽ വന്നിട്ട് സ്റ്റേഡിയത്തിന് മുമ്പിലെ കൂടി മരം മുറിച്ചുകൊണ്ട് പോയിന്ന്. ഇങ്ങനെ ഈ കള്ളന്മാരൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അനുവദിക്കാൻ വേണ്ടി സർക്കാരിന് നാണമില്ലേ? 70 കോടി എവിടെ
70 കോടി എവിടുന്ന് 70 കോടി വന്നു? അത് പോയാൽ കുഴപ്പമില്ല. മെസ്സി പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായമെങ്കിലും വേണ്ടേ, എന്തെങ്കിലും ഒരു കണക്ഷനെങ്കിലും വേണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള നുണ പറയുന്ന കള്ള നാണയങ്ങളെ എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് നടന്നിട്ട് കേസ് നടക്കുന്ന കാലത്ത് പോലും ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഒരിടത്തും പരാമർശിക്കാത്തിടത്താണ് ഇത്തരത്തിൽ ഈ ഒരു പേരും അദ്ദേഹം എടുത്തുകൊണ്ടുവരുന്നത്. ഇനി സുകുമാരക്കുറുപ്പിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറയാനുണ്ടായി. സുകുമാരക്കുറുപ്പുമാരൊക്കെ ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ നോക്കിയാലും മതി സുകുമാരക്കുറുപ്പുമാരെ കാണാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞ പാർട്ടി തന്നെ കള്ളന്മാരായിട്ടിരിക്കലാണ്. പാർട്ടിക്കെതിരെ തന്നെ നടപടിയും കേസുമായിട്ട് നടക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഈ വിശേഷണങ്ങൾ എല്ലാം ഞാൻ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. ഈ ഭൂമിയുടെ പാടുമായിട്ട് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും ആദ്യം കൈരളി ചാനലും ഇവരുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള കൈരളി ചാനലും കൊണ്ടുവന്നിട്ടുള്ള കേസ് ഒന്ന് സുപ്രീം കോടതിയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? രണ്ട്, എവിടെയെങ്കിലും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല, ഇല്ല. ഇങ്ങനെ വെറുതെ വന്നിട്ട് ഉണ്ടയില്ല വെടിപൊട്ടിക്കുക, അനാവശ്യം പറയുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞത് മൊത്തം വസ്തുതകൾ വെച്ചിട്ടാണ്. നിലവില് സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിൽ നടക്കുന്ന കേസുകളുമായിട്ടുള്ള വസ്തുതകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പിണറായി വിജയനെതിരെയുള്ള വസ്തുതകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ വസ്തുതകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു ബേസുമില്ലാതെ വസ്തുതകളില്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയല് എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. ഈ കേസ് കെട്ടിച്ചമച്ചത് തന്നെയാണെന്ന് മാത്രമല്ല, ഈ കേസ് കെട്ടിച്ചമച്ചതല്ല, ഈ ഒരു സമയത്ത് കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരും ഈ ഇടതുപക്ഷ സർക്കാരും ഈ ചാനൽ മുതലാളിയും ഈ ചാനലും തമ്മിലുള്ള ഈ തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മെസ്സി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരും അതോടൊപ്പം ചാനലും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട്, ഇത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണത്. എടുത്തു പറയുന്നു, സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച കേസിൽ ഒരിടത്ത് പോലും പേര് പരാമർശിക്കപ്പെടാത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ ഉണ്ടയില്ല വെടിയാണ്. അത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. കേരളത്തിൽ എവിടെയാണെന്ന് ചർച്ച നടക്കുന്നത് നോക്കൂ. സാധാരണ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആരോപണം വന്നപ്പോൾ എന്തായിരുന്നു? വീണ വിജയനെതിരെ ആരോപണം വന്നപ്പോൾ എന്തായിരുന്നു? അപ്പോൾ പാർട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ എന്തായിരുന്നു? ഇവിടെ കേരളത്തിൽ എവിടെയാണ് ഇവർ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ 4-3-7 CPM-കാരും ഇടതുപക്ഷക്കാരും? അല്ലാതെ ആരാ ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ ഏത് മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? ഏത് ജനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ അവിടെയൊക്കെ കർണാടകത്തിലൊക്കെ പോയിട്ട് SIT ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ SIT എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് തിരിച്ചു കൊണ്ടുവരാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോണില്ല. വീണ്ടും പറയുന്നു, ഇതൊക്കെ ഉണ്ടയില്ലാത്ത വെടികൾ മാത്രമാണ്. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അതൊന്നും കൊണ്ട് BJP-യെയോ രാജീവ് ചന്ദ്രശേഖരനെയോ എന്തെങ്കിലും രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് ആരും വിചാരിക്കും വേണ്ട. അങ്ങനെ ഒന്നും നടക്കാൻ വേണ്ടിയിട്ടും പോകുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഒന്ന്, ഈ ഇവരുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ലൈസൻസ് വെറുതെ ഒന്നും ആർക്കും കിട്ടില്ല. അത് ആ സമയത്ത് ഓണർഷിപ്പുമായിട്ട് ചെന്നത് ആരാണോ അവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇവരുടെ അവകാശവാദങ്ങളുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ലൈസൻസ് അങ്ങനെ ഈ ആൻഡോ സഹോദരങ്ങൾ ആണോ ലൈസൻസ് കിട്ടിയെന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കലാണ്. അതിപ്പോൾ കൈരളി ചാനലാണെങ്കിലും മീഡിയ വണ്ണിലാണെങ്കിലും ഒക്കെ അവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിലവിലെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ അനുസരിച്ചിട്ടുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാവിയിൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവാം. എങ്ങനെയാണ് ഇവരുടെ ഫണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസ് അടക്കമുള്ള കാര്യത്തിൽ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവാം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത്.